ഹലോ കൂട്ടുകാരെ, നമുക്കൊരു കഥ കേൾക്കാം. ഒരു കാലത്ത് ഫലസ്തീനിലെ മനോഹരമായൊരു ഗ്രാമത്തിൽ സാറയും അഹമ്മദും എന്ന രണ്ട് കുരുന്നുകളുണ്ടായിരുന്നു. ആ നാടിന്റെ സൗന്ദര്യവും തങ്ങളുടെ നിഷ്കളങ്കമായ ബാല്യവും അവർ പൂർണ്ണമായി ആസ്വദിച്ചു. പകലന്തിയോളം കളിച്ചും ചിരിച്ചും അവർ നടന്നു. എന്നാൽ ഒരു രാത്രിയിൽ എല്ലാം മാറിമറിഞ്ഞു. സാറയും അഹമ്മദും അവരുടെ വീടുകളിൽ മാതാപിതാക്കളുടെ താരാട്ടുപാട്ട് കേട്ട് സുഖമായി ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് ഭയാനകമായ ശബ്ദങ്ങൾ ആകാശത്ത് മുഴങ്ങി. ശത്രുവിമാനങ്ങൾ ആകാശം നിറഞ്ഞു പറന്നു. അവ ക്രൂരമായി ബോംബുകൾ വർഷിക്കാൻ തുടങ്ങി. നിമിഷ നേരം കൊണ്ട് അവരുടെ വീടുകളെല്ലാം തകർന്നു. ആ പട്ടണം ഒരു ശ്മശാനമായി മാറി. വിശപ്പും ദാഹവും സഹിക്കാനാവാതെ അവർ ആ ശൂന്യമായ തെരുവീഥികളിലൂടെ അലഞ്ഞു നടന്നു. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ പ്രതീക്ഷയുടെ ഒരു തിരുനാളമെങ്കിലും കാണാൻ അവർ കൊതിച്ചു. എന്നാൽ അവശേഷിച്ചത് നിശബ്ദമായ ഒരു നിലവിളിയായിരുന്നു. സഹായത്തിനും കാരുണ്യത്തിനും മാനുഷികതയ്ക്കും വേണ്ടിയുള്ള ഒരു നിലവിളി. ഹായ് കൂട്ടുകാരെ, സാറയെയും ഹമാദിനെയും പോലെ നമ്മുടെ നിരവധി അനുജന്മാരും അനുജത്തിമാരും ജീവിക്കാനായുള്ള പോരാട്ടത്തിലാണ്. കവർന്നെടുക്കപ്പെട്ട അവരുടെ നാടായ ഫലസ്തീനിന്റെ ചരിത്രം നിങ്ങൾക്കറിയാൻ ആഗ്രഹമില്ലേ? പണ്ടുകാലത്ത് ഖാനാൻ ദേശം എന്നാണ് ഫലസ്തീൻ അറിയപ്പെട്ടിരുന്നത്. ഏകദേശം 4600 വർഷങ്ങൾക്ക് മുമ്പ് അറബികളായ ഖാനാൻകാരും അമൂരികളും എന്ന രണ്ട് കൂട്ടരാണ് ഇവിടെ താമസിച്ചിരുന്നത്. അവർ അറേബ്യയിൽ നിന്ന് പലായനം ചെയ്ത് ഇവിടെ എത്തിയവരായിരുന്നു. യഹൂദർ വരുന്നതിനും വളരെ മുൻപ് തന്നെ അവർ ഈ നാട്ടിൽ ജീവിച്ചു. അതുകൊണ്ട് ഈ പ്രദേശത്തിന്റെ ആദ്യത്തെ രേഖപ്പെടുത്തിയ ചരിത്രം ഖാനാൻകാരെക്കുറിച്ചുള്ളതാണ്. പിന്നീട് മധ്യധരണ്യാഴിയിലെ ദ്വീപുകളിൽ നിന്ന് വന്ന ഫിലിസ്തീർ എന്നൊരു ജനവിഭാഗം ഇവിടെ താമസമുറപ്പിച്ചു. ഈ ഫിലിസ്തീരിൽ നിന്നാണ് ഫലസ്തീൻ എന്ന പേര് ഈ നാടിന് ലഭിച്ചത്. ബൈബിളിലും ഖുർആനിലും പറയുന്ന പല പ്രവാചകന്മാരും പലസ്തീനുമായി ബന്ധപ്പെട്ടവരാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈജിപ്തിലെ ഫറവോയുടെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രവാചകനായ മൂസാ നബി യഹൂദരെ പലസ്തീനിലേക്ക് തിരികെ കൊണ്ടുവന്നു. അക്കാലത്ത് ഫലസ്തീൻ ഈജിപ്തിന്റെ ഒരു ഭാഗമായിരുന്നു. യഹൂദർ പലസ്തീനിലെത്തിയപ്പോൾ ഖാനാൻകാരും അവരും തമ്മിൽ വലിയ യുദ്ധങ്ങൾ നടന്നു. ചിലപ്പോൾ യഹൂദർ ജയിക്കും, മറ്റു ചിലപ്പോൾ ഖാനാൻകാർ അവരെ പരാജയപ്പെടുത്തും. പിന്നീട് യഹൂദർ ആധിപത്യം നേടുകയും പ്രവാചകന്മാരായ ദാവൂദ് നബിയും സുലൈമാൻ നബിയും ചേർന്ന് ഏകദേശം 90 വർഷം ഈ നാട് ഭരിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് യഹൂദർ ഭിന്നിക്കുകയും പല ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോകുകയും ചെയ്തു. പല കാലഘട്ടങ്ങളിലായി ഈജിപ്ഷ്യന്മാർ, പേർഷ്യക്കാർ, റോമാക്കാർ തുടങ്ങിയ പല സാമ്രാജ്യങ്ങളും ഫലസ്തീൻ ഭരിച്ചിട്ടുണ്ട്. റാമ സാമ്രാജ്യത്വത്തിന് അധീനതയിലായിരുന്ന ഫലസ്തീൻ AD 637 സന്ധി വ്യവസ്ഥകളിലൂടെ ഖലീഫ ഉമർ ഭരണാധികാരിയായിരിക്കെ മുസ്ലിംകളുടെ അധീനതയിലാവുന്നത്. പിന്നീട് 1917 വരെ ഏകദേശം 1330 വർഷത്തോളം ഫലസ്തീൻ മുസ്ലിം ഭരണത്തിൻ കീഴിലായിരുന്നു. 1881 ജൂതന്മാർക്ക് സ്വന്തമായി ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ സയനിസം എന്നൊരു പ്രസ്ഥാനം രൂപം കൊള്ളുകയും ഇവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള ജൂതന്മാരെ ഫലസ്തീനിലേക്ക് കുടിയേറാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അക്കാലത്ത് ഫലസ്തീനിലെ 90% ജനങ്ങളും അറബികളായ മുസ്ലിംകളായിരുന്നു. സയനിസ്റ്റുകൾ ഫലസ്തീനിൽ ഭൂമി വാങ്ങിക്കൂട്ടുകയും ഓരോ ആയിടങ്ങളിൽ നിന്നും അറബികളെ നീക്കാനും തുടങ്ങി. ബാത്തുവേ കാലികളെ മേച്ച് നാടേയാടികൾക്ക് സമാനമായ ജീവിതം നയിച്ച അറബികൾ
ഒരിടത്തുനിന്ന് മറ്റാരിടത്തേക്ക് തന്ത്രപരമായി മാറ്റപ്പെടുകയായിരുന്നു. ഓട്ടോമൻ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഫലസ്തീനിലേക്ക് ജൂത കുടിയേറ്റം വർദ്ധിക്കുകയും ഒന്നാം ലോകമഹായുദ്ധത്തിൽ തുർക്കി തകർന്നതോടെ ക്രമാതീതമാവുകയും ചെയ്തു. 417 നവംബർ 2 ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആർതർ ജെയിംസ് ബാൽഫർ ഫലസ്തീനിൽ ജൂതരാഷ്ട്രം സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇതാണ് ഇസ്രായേൽ എന്ന പേരിൽ സയോണിസ്റ്റ് ഭീകരരാഷ്ട്രത്തിന്റെ പിറവിക്ക് കാരണമായത്. യേശുക്രിസ്തുവിന്റെ ഘാതകർ എന്ന പേരിൽ അതുവരെ ക്രൈസ്തവലയാകത്തുടനീളം കയ്യേറ്റങ്ങൾക്കും അക്രമങ്ങൾക്കും വിധേയരായിരുന്നു യഹൂദർ അഥവാ ജൂതന്മാർ. അക്ഷരാർത്ഥത്തിൽ എല്ലായിടത്തും, പ്രത്യേകിച്ച് യുറേയാപ്പിൽ, ജൂതവേട്ടയായിരുന്നു നടന്നത്. യഹൂദർക്ക് എല്ലാ മനുഷ്യാവശ്യങ്ങളും നല്ല ജീവിതവും ലഭിച്ചത് മുസ്ലിം ഭരണാധികാരികൾക്ക് കീഴിലായിരുന്നു. എന്നാൽ അതേ യഹൂദർ കുതന്ത്രങ്ങളിലൂടെ മുസ്ലിംകളുടെ പ്രദേശമായ ഫലസ്തീൻ കൈക്കലാക്കി രാഷ്ട്രം സ്ഥാപിക്കുകയും മുസ്ലിംകളെ അവിടെ നിന്നും ആട്ടിപ്പായിക്കാൻ കൊടും ക്രൂരതകൾ അഴിച്ചുവിടുന്നതുമാണ് പിന്നീട് ലോകം കണ്ടത്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും അതുതന്നെ. ഇസ്രായേൽ രാഷ്ട്ര പ്രഖ്യാപനത്തോടെ തങ്ങൾ ചതിക്കപ്പെടുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഫലസ്തീനികൾ ചെറുത്തുനിൽപ്പ് തുടങ്ങി. 3 പതിറ്റാണ്ടുകൾ തുടർന്ന പ്രതിഷേധത്തിനൊടുവിൽ 1947 ഫെബ്രുവരിയിൽ പ്രശ്നം UN ജനറൽ അസംബ്ലിക്കു മുന്നിൽ വെക്കാൻ ബ്രിട്ടൻ തീരുമാനിച്ചു. 1947 നവംബർ 29 ഐക്യരാഷ്ട്രസഭ പാസാക്കിയ പ്രമേയം അറബ് രാജ്യം, ജൂതരാജ്യം, ജെറൂസലം എന്ന അന്താരാഷ്ട്ര മേഖല എന്നിങ്ങനെ ഫലസ്തീനിനെ 3ആയി വിഭജിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ടുവെച്ചു. അങ്ങനെ ലോകം മൂകസാക്ഷിയായി ഫലസ്തീൻ വിഭജിക്കപ്പെട്ടു. എന്നാൽ ഈ വിഭജനത്തെയും അംഗീകരിക്കാതെ അമേരിക്കയുടെ പിന്തുണയോടെ ഫലസ്തീനികളുടെ വീടുകൾ തകർത്തും അവരെ കൊന്നൊടുക്കിയും ഫലസ്തീനൊന്നാകെ കയ്യേറാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. അതിനെ ചെറുക്കാൻ ഫലസ്തീനിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഹമാസ്. ഈജിപ്തിലെ ഇസ്ലാമിക പ്രസ്ഥാനമായ മുസ്ലിം ബ്രദർഹുഡിന്റെ ശാഖയായാണ് ഹമാസ് പ്രവർത്തനം തുടങ്ങിയത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസത്തിലും സാമൂഹിക സ്ഥാപനങ്ങളുടെ നിർമ്മാണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് സമൂഹത്തിൽ സ്വാധീനമുറപ്പിച്ച ശേഷമാണ് അധിനിവേശത്തിനെതിരെ ഇസ്ലാമിക മൂല്യങ്ങളിലൂന്നി സായുധ പ്രതിരോധം തീർക്കുന്ന പ്രസ്ഥാനമായി 1987 ഹമാസ് രൂപാന്തരപ്പെട്ടത്. ഫലസ്തീനിലെ ഏറ്റവും ജനകീയ പ്രസ്ഥാനമായി വളർന്ന ഹമാസ് 2006 തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി അധികാരത്തിലെത്തുകയും ചെയ്തു. എന്നാൽ ഹമാസിന്റെ ജനാധിപത്യ വിജയത്തെ അംഗീകരിക്കാതെ ഭീകരമുദ്രകുത്തി അപരവൽക്കരിക്കാനാണ് പാശ്ചാത്യ രാജ്യങ്ങൾ മുതിർന്നത്. തുടർന്ന് ഗസ്സ മുനമ്പിലേക്ക് ഒറ്റപ്പെടുകയായിരുന്നു ഹമാസ്. 78 വർഷമായി ഫലസ്തീനികൾ നേരിട്ടു കണ്ടിരിക്കുന്ന ആസൂത്രിതവും ക്രൂരവുമായ അടിച്ചമർത്തലിനും ആക്രമണത്തിനുമുള്ള ചെറുത്തുനിൽപ്പായിരുന്നു 2023 ഒക്ടോബർ 6 ഹമാസിന്റെ ഐതിഹാസിക പ്രത്യാക്രമണം. അത്യാധുനിക സാങ്കേതിക വിദ്യകളാൽ സുരക്ഷിതരെന്ന് അഭിരമിച്ചിരുന്ന ഇസ്രായേലിനെ സ്തബ്ധമാക്കിയ പ്രവർത്തനമായിരുന്നു അത്. അതിന്റെ ജാള്യത മറയ്ക്കാൻ ഗസ്സയിൽ കൂട്ടക്കുരുതി നടത്തുന്ന ഇസ്രായേലിനെയാണ് പിന്നീട് കണ്ടത്. ഇതുവരെ 1,00,000-ൽ പരം നിരപരാധികളെ കൊന്നൊടുക്കിയിട്ടും ബന്ദികളിൽ ഒരാളെപ്പോലും സ്വയം രക്ഷപ്പെടുത്താൻ ഇസ്രായേലിനായിട്ടില്ല. മാത്രമല്ല, അമേരിക്കയിലടക്കം ലോകത്തുടനീളം ഹമാസിന് ജനപിന്തുണയേറുകയും പല രാജ്യങ്ങളും ഫലസ്തീനെ അംഗീകരിക്കാൻ മുമ്പോട്ട് വരികയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഇന്ന് ലോകം കാണുന്നത്. ഇനിയും കൂട്ടക്കൊലകൾ നടത്തി ഗസ്സയെ വിഴുങ്ങാൻ ഇസ്രായേൽ എന്ന ഭീകര രാഷ്ട്രം ഒരുമ്പെടുമ്പോഴും ഫലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം വിദൂര ഭാവിയിലല്ലാതെ പിറവിയെടുക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ലോകം. അതെ, പോരാട്ടങ്ങളും ത്യാഗങ്ങളും വൃഥാവിലാവില്ല. നമുക്ക് പ്രാർത്ഥനയുമായെങ്കിലും ഒപ്പം ചേരാം. മരിക്കില്ല.
السلام والسلام. السلام والسلام. പൈതങ്ങളൂഞ്ഞാലിലാടും പറുദീസ, ഹൃദയങ്ങളിൽ നനവിലെഴുതുന്നു ഗസ്സ. പൈതങ്ങളൂഞ്ഞാലിലാടും പറുദീസ, ഹൃദയങ്ങളിൽ നനവിലെഴുതുന്നു ഗസ്സ. ഇരവിന്റെ യകം തൊട്ട പ്രാർത്ഥനയാകും, ഇരവിന്റെ യകം തൊട്ട പ്രാർത്ഥനയാകും. ഇരുകരങ്ങളിൽ കുഞ്ഞുമുഖങ്ങളെ കാണും, ഇരുകരങ്ങളിൽ കുഞ്ഞുമുഖങ്ങളെ കാണും. അല്ലാഹുമ്മ അൻസുരിൽ ഇഖ്വാനിനാ ഫീ ഫിലസ്തീൻ. അല്ലാഹുമ്മ അൻസുരിൽ മുജാഹിദീന ഫീ ഗസ്സ. വിശപ്പിനാലെ വാടി വീണു പൂമൊട്ടുകൾ, വിരുന്നൊരുക്കി കാത്തിരുന്നു ജന്നത്തിൻ മലക്കുകൾ. വിശപ്പിനാലെ വാടി വീണു പൂമൊട്ടുകൾ, വിരുന്നൊരുക്കി കാത്തിരുന്നു ജന്നത്തിൻ മലക്കുകൾ. വിയോഗവേദനയിൽ വാനിന്നാഥനെ സ്തുതിച്ചവർ, വിയോഗവേദനയിൽ വാനിന്നാഥനെ സ്തുതിച്ചവർ. വിരോചിതം ഖുദ്സിനായി ഖൽബുറച്ച വാഹകർ. കരിഞ്ഞു വീണു ജീവനറ്റ പൂത്തുമ്പികൾ, ചിറകുകൾ പരിച്ചെറിഞ്ഞു കൂരിരുട്ടു ദാഹികൾ. കരിഞ്ഞു വീണു ജീവനറ്റ പൂത്തുമ്പികൾ, ചിറകുകൾ പരിച്ചെറിഞ്ഞു കൂരിരുട്ടു ദാഹികൾ. കടുത്ത ചോദ്യമായി മുളക്കും നാളെ ഈ കുരുന്നുകൾ, കടുത്ത ചോദ്യമായി മുളക്കും നാളെ ഈ കുരുന്നുകൾ. വിറച്ചു വീണിടാവിരൽ ഉയർത്തും നീരിനാളവർ. അല്ലാഹുമ്മ അൻസുരിൽ ഇഖ്വാനിനാ ഫീ ഫിലസ്തീൻ.
അതിശയ പരലോക